Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഞങ്ങളുടെ മോളിന്റെ സ്പെഷ്യൽ ഇവന്റ് ആണ് ലൈവ് റേഡിയോ. ഈ ലൈവ് റേഡിയോയുടെ അമരക്കാരനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ആർജയാണ് ചന്ദ്രൻ ചുക്കുളം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർജയാണ്. അദ്ദേഹത്തെ എനിക്ക് കണ്ടേ മതിയാകും. സൂക്ഷിച്ചു പോ. എന്റെ ഗുരുവേ ചുക്കുളം സാറേ. നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നിങ്ങളുടെ കൂട്ടുകാരൻ ചന്ദ്രൻ ചക്കുളം നിങ്ങളുടെ മുമ്പിൽ ഇതാ ലൈവാണ്. ഇന്ന് ഈ പ്രോഗ്രാം റേഡിയോയിലൂടെ കേൾക്കുന്നത് എന്റെ ലക്ഷക്കണക്കിന് ഫാൻസ് ആണ്. ഒരു ദിവസം മഹേഷിന്റെ കാറിന്റെ വിൻഡോ സ്ക്രീൻ പൊട്ടിയത് കണ്ടിട്ട് നരേഷ് ചോദിച്ചു, മഹേഷ് നിന്റെ ഈ കാറിന്റെ വിൻഡോ സ്ക്രീൻ എങ്ങനെയാണ് പൊട്ടിയത്? മഹേഷ് പറഞ്ഞു, ദിനേശ് ഈ പൂ എറിഞ്ഞ് പൊട്ടിച്ചതാണ്. നരേഷ് ചോദിച്ചു, പൂ എറിഞ്ഞപ്പോൾ വിൻഡോ സ്ക്രീൻ പൊട്ടിയെന്നോ? മഹേഷ് പറഞ്ഞു, അല്ല, പൂവിന്റെ കൂടെ ചെടിച്ചട്ടിയും ഉണ്ടായിരുന്നു എന്നാ. എത്ര ഫണ്ണിയാണ് ഞാൻ. താങ്കൾക്ക് എന്റെ ഫൺ ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ, താങ്കളുടെ പേര് പറയാമോ? സോർദാർ, താങ്കളുടെ ശബ്ദം ഇപ്പോൾ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളെ പോലെ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ സോർദാർ ആർജെ ആകാനാണ് ആഗ്രഹിക്കുന്നത്. സോർദാർ, താങ്കളുടെ ഈ ശബ്ദം വളരെ മനോഹരമാണ്. താങ്കളുടെ ശബ്ദത്തിന്റെ സ്വരമാധുര്യം വളരെ ഗംഭീരമാണ്. നല്ലൊരു റേഡിയോ ജോക്കിയാകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതാണെന്ന് പറയൂ, വച്ചു തരാം. പറയൂ 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 സോർദാർ. താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെ വെച്ചോളൂ. പ്രിയ ശ്രോതാക്കളെ, സോർദാറിന്റെ ആവശ്യപ്രകാരം ഇതാ മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്കായി. മുകേഷേ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ. സാർ, ഓ, സാറ് പറഞ്ഞ സത്യം തന്നെയാണോ? എനിക്കൊരു ആർജയാൻ കഴിയുമോ? തീർച്ചയായും. പക്ഷെ സോർദാറെ, അത് ഈ ജന്മമാവണമെന്നില്ല. പക്ഷെ കുറച്ചു മുമ്പല്ലേ സാറിന്റെ ശബ്ദത്തെ പുകഴ്ത്തി പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ ലൈവ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് എന്റെ ശബ്ദം നന്നായിരുന്നു, ഇപ്പൊ ചീത്തയെന്നാണ് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ സോർദാർ സംസാരിക്കുമ്പോൾ തോന്നുന്നത് ആരോ കഴുത്തിൽ ജക്കി പിടിച്ചിരിക്കുകയാണെന്നാണ്. സർ, എനിക്ക് ആർജയാവാൻ ആഗ്രഹമുണ്ട്. എല്ലാം ആകാൻ സാധിക്കണമെന്നില്ലല്ലോ. മാത്രമല്ല സോർദാർ സ്ലോ ആണ്. ചിലപ്പോൾ സോർദാർ പറഞ്ഞു തീരും മുമ്പ് ഷോയുടെ സമയം തന്നെ കഴിഞ്ഞു പോയേക്കാം. നിങ്ങൾക്കൊന്നും കണ്ടിച്ചോരയില്ലേ? സോർദാർ നിങ്ങളുടെ ഫാനാണ്. അവന്റെ ആഗ്രഹം ആർജെ ആവാനാണ്. അങ്ങനെയുള്ള ഒരാളെ കളിയാക്കിയാണോ? അയ്യോ അല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഇയാൾക്ക് DJ ആവാം, അതിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു ആർജെ ആവാൻ ഒരിക്കലും സാധിക്കുകയില്ല. പിന്നെ എന്നെ പോലെ ആവാനാണെങ്കിൽ അത് 100 വർഷം എടുത്താലും സാധിക്കുന്ന കാര്യമല്ല. മുകേഷേ, തന്നെ പോലുള്ള ആൾക്കാരാണ് ആർജകൾക്ക് മാനക്കേട് ഉണ്ടാക്കി വെക്കുന്നത്. സംശയമുണ്ടോ? ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്റെ ശബ്ദം ഒട്ടും തന്നെ കൊള്ളില്ല. ഇന്ന് എന്റെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞ് അയാൾ എന്നെ ഒരുപാട് കളിയാക്കി. സോർദാറെ, നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. സംശയമുണ്ടോ? അതെ അതെ സാർ, എന്റെ തല നന്നായിട്ട് വേദനിക്കുന്നുണ്ട് സാർ. കണ്ടോ, ഇപ്പൊ ഈ ഹണി എന്നെ കളിയാക്കുകയാണ്. ഒരിക്കലും ഇല്ല സോർദാറെ, ഞാൻ പറയുന്ന കേക്ക്. നീ സംസാരിക്കുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ, അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ആർജെ ശുക്ലൻ സാർ അങ്ങനെയല്ലോ പറഞ്ഞത്. അയാള് പറയുന്ന ഒന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. ആ കഴുതയ്ക്ക് ഒരു ചുക്കും അറിയില്ല. എടാ സോർദാറെ, നിനക്ക് നല്ലൊരു ആർജെ ആവാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ലോകത്തിന് മുന്നിൽ ആർജെ ആകാനുള്ള യോഗ്യത എനിക്ക് ഇല്ലല്ലോ. അതൊക്കെ ആയിക്കോളും. ദാ, നീ ഇത് കണ്ടോ? റേഡിയോക്കാരെ പുതിയ ആർജെ അന്വേഷിക്കുന്നുണ്ട്. നീ ആദ്യം ഓഡീഷന് പോ, എന്നിട്ട് ആർജെ ആവാൻ നോക്ക്. സംശയമുണ്ടോ? നീ കൂട്ടുകാരനല്ല, ശത്രുവാണ്. ഓഡിഷനിൽ വെച്ച് എന്നെ എല്ലാരും കളിയാക്കുന്നത് കാണാൻ വേണ്ടിയല്ലേ ഇതെല്ലാം. ആരും നിന്നെ കളിയാക്കില്ല സോർദാറെ, നീ തീർച്ചയായിട്ടും ജയിക്കും. സോർദാർ, നീ തന്നെയാണ് ബെസ്റ്റ്.
മതിയടാ ഹണി, നീ എന്നെ കരയിക്കുവോ? Game on! Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. മതി, ഇവന്മാർ എന്നെ കരയിക്കും. എനിക്കിപ്പോ ആർജയാകാൻ കഴിയുമോ? നീ ആയെന്ന് തന്നെ വിചാരിച്ചോ? നീ പോയി ഓഡിഷൻ അറ്റൻഡ് ചെയ്യും. ഞാൻ തീർച്ചയായിട്ടും ഓഡിഷൻ കൊടുക്കാൻ കൂട്ടുകാരെ. ഞാൻ സെലക്ട് ആവുകയും ചെയ്യും. അത്രേ ഉള്ളു കാര്യം. ഞങ്ങൾ ഇവിടെ തിരയുന്നത് ആകർഷകമായ ഒരു ശബ്ദത്തിന്റെ ഉടമയെയാണ്. അയാൾക്കാവാം ഒരു മികച്ച റേഡിയോ ഹോസ്റ്റ്, അതായത് റേഡിയോ ജോക്കി. നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് 4 ജഡ്ജസ് ആണ്. 3 പേർ നിങ്ങളെ വിലയിരുത്താൻ മുമ്പിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു ജഡ്ജ് കൂടിയുണ്ട്, അതാണ് സീക്രട്ട് ജഡ്ജ്. അതായത് അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാനാവില്ല, അദ്ദേഹത്തിന് നിങ്ങളെയും. അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് നിങ്ങളുടെ ശബ്ദം മാത്രം കേൾക്കാൻ കഴിയും. ഇവരുടെ ജഡ്ജ്മെന്റിലൂടെ നമ്മൾക്ക് അറിയാൻ സാധിക്കും ആരാണ് ഓഡിഷൻ വിന്നർ എന്ന്. ഓക്കെ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. കണ്ടസ്റ്റൻസിനെ അകത്തേക്ക് വിളിക്കൂ. സ്റ്റാർട്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ ഷോയിലെ ടോപ്പിക്കാണ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് പാവനമാണ്. നോ സോറി, നോ താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറാണ് കായംകുളത്ത് നിന്നും കിരൺ. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? അടിപൊളി, അടിപൊളിയായിട്ടുണ്ട്. ആഹാ, എന്തൊരു അവതരണമായിരുന്നു. ആഹാ, എന്താ സ്റ്റൈല്, എന്താ ഒരു ശബ്ദം. നോ സർ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. എനിക്ക് എന്തുകൊണ്ടാ മനസ്സിലാവാത്തേന്ന്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് എന്തുകൊണ്ടാ ഇതൊന്നും മനസ്സിലാവാത്തേന്ന്. പറഞ്ഞത് മനസ്സിലായോ? മീനിങ് റിജക്ട്. എന്റെ ഭാഗത്ത് നിന്ന് റിജക്ട്. ഇവർ രണ്ടുപേരും അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ബാക്കി എന്തായാലും ഞാൻ പറയാം. നീ എന്താണ് സംസാരത്തിന്റെ ഇടയിൽ ഡാൻസ് കളിച്ചത്? ഇങ്ങനെ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈക്രോഫോണിന്റെ അടുത്ത് നിന്നും ദൂരത്തേക്ക് മാറിപ്പോകില്ലേ? മാത്രമല്ല, ഇങ്ങനെ വിക്കി വിക്കി പറയുകയാണെങ്കിൽ ഉള്ള സമയം മുഴുവൻ നിനക്ക് മാത്രം പറയാനേ സമയം കാണൂ. അല്ല, ഇത് ഞാൻ വിക്കിയല്ല പറഞ്ഞത്, ഇതെന്റെ സ്റ്റൈലാണ്. എന്റെ സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഇല്ല. Now go. നിന്നെ ഞാൻ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നു. ഹലോ, ഏതായാലും സുധനല്ലേ? അടിപൊളി. മിസ് പിങ്കി, ഓഡിഷൻ അതിന് സ്റ്റാർട്ട് ചെയ്ത് പോലും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത്? എന്തായാലും ഒരു ഫൺ സ്റ്റാർട്ട് അങ്ങ് തുടങ്ങിയേക്കാം. ഗുഡ് മോർണിംഗ് കോച്ചി. എല്ലാവർക്കും തോത്തോറാമിന്റെ സല്യൂട്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി സോങ് ഞാൻ വെച്ച് തരാം. അതൊരു റൊമാൻറ്റിക് സോങ് ആയിരിക്കും. പാട്ട് കേട്ട് എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിക്ക്. എങ്ങനെയുണ്ട്? സോ ഫണ്ണി, സോ ഹാൻഡ്സം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടതെന്ന്. പക്ഷെ ഒരു കാര്യം മാത്രം പറയാനുണ്ട്, ലാംഗ്വേജിന്റെ പ്രോബ്ലം നന്നായുണ്ട്. അതൊരു വലിയ പ്രോബ്ലമാണ്. പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ഇതുപോലുള്ള ലാംഗ്വേജ് സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കും ഉണ്ടാകും പ്രോബ്ലം. എന്ന് വെച്ചാൽ റിജക്ട്. യു ആർ റിജക്ട്. അതും ശരിയാണ് മിയ. നിങ്ങൾ റിജക്ട് ആവാൻ കാരണം തന്റെ ഈ ലാംഗ്വേജ് ആണ്. എന്റെ പൊന്നു മേഡം, ഞാൻ എന്തായാലും പൊളിക്കും. എല്ലാവർക്കും നല്ല പാട്ട് വെച്ചു കൊടുക്കും. എല്ലാരും ഞാൻ നൃത്തം ചെയ്യിപ്പിക്കും. പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ എനിക്ക് കഴിയുന്നേ. മിയ, ഇത് നിങ്ങളെ കൊണ്ട് ഒരിക്കലും ആവില്ല. അപ്പൊ ബൈ ബൈ, ബൈ ബൈ. എന്റെ ബായ്, എനിക്ക് ഓൾ ദി ബെസ്റ്റ്. എന്നെ എന്തായാലും സെലക്ട് ചെയ്തില്ല, പക്ഷെ തന്നെ സെലക്ട് ചെയ്യും. ഇനി അടുത്തത് സോർദാർ. മിയ, ഇവിടെ വന്ന ഒരു പാർട്ടിസിപ്പന്റ് പോലും ആർജെ ആവാൻ യോഗ്യനേ അല്ല. ഹലോ മാം. ഹലോ സാർ. ശരി, നിങ്ങൾ തുടങ്ങിക്കോളൂ. സിറ്റിയിലെ നമ്പർ 1 റേഡിയോയിൽ നമ്പർ 1 ഷോയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സോർദാർ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ മുത്തശ്ശനുമുണ്ട്, മുത്തശ്ശിയുമുണ്ട്, കുടുംബാംഗങ്ങൾ എല്ലാരും ഉണ്ടാകും. എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ എല്ലാവരും ചായയും പക്കോടയും വെച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ് ഞാൻ വെച്ചു തരാൻ പോവാ. മഴയേ തൂ മഴയേ. നിങ്ങളുടെ മനസ്സിലുള്ളത് മാനത്തിൽ മഴയായി പൊഴിയുകയാണ്. സർ,
ദിസ് വാസ് മാമാ മിയ, മാമാ മിയ. ഇയാളെ അഭിനന്ദിക്കാൻ എന്റെ ചുണ്ടുകൾ തുടിക്കുകയാണ്, പക്ഷെ എന്റെ വായിൽ നിന്നും ഒരു വാക്ക് പോലും പുറത്തേക്ക് വരുന്നില്ല. താങ്കൾ എന്റെ ഡയലോഗ് കട്ടെടുത്തു അല്ലേ? കുഴപ്പമില്ല, കൂടുതൽ ഡയലോഗ് ഒന്നും വായിന്ന് വരുന്നില്ലല്ലോ. ഡാർല, നിനക്ക് പറയാനുള്ള അഭിപ്രായം തുറന്നു പറയൂ. സോർദാറിന്റെ പെർഫോമൻസ് തനിക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഇല്ലയോ? അതെ, അതൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ജോർദാർ അടിച്ചു പൊളിക്കുകയല്ലേ ചെയ്തത്, പക്ഷെ ആ സ്വരമാധുര്യത്തിൽ ഞാൻ വീണു പോകുകയാണ് ചെയ്തത്. വാട്ട് എ വോയിസ്! ജോർദാറിന്റെ ശബ്ദത്തിന് ദൃഢതയുണ്ട്, എനിക്ക് പറയാൻ വാക്കുകളില്ല. മാമാ മിയ, ഞങ്ങൾ എന്തായാലും ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നൗ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം സീക്രട്ട് ജഡ്ജ് എന്താണ് പറയുന്നത് അറിയില്ലല്ലോ. മാമാ മിയ, സോർദാർ, നിങ്ങളെ ഞങ്ങൾ RJ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുകയാണ്. Congratulations, മാമാ മിയ. ബണി, ബണി, ഗോപാൽ, ഞാൻ ആർജയായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ ശബ്ദം വളരെ നല്ലതാണെന്ന്. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഞാനിപ്പോ ആർജയായി കഴിഞ്ഞു. അയ്യോ സോർദാർ തന്നെയല്ലേ ഞാനന്ന് മോളിൽ വെച്ച് കണ്ടത്. മാമാ മിയ, ഇദ്ദേഹമാണ് ഞങ്ങളുടെ സീക്രട്ട് ജഡ്ജ്. മറഞ്ഞിരുന്ന് ഇദ്ദേഹമാണ് നിങ്ങളുടെ എല്ലാം ഓഡിഷൻ കേട്ടോണ്ടിരുന്നത്. സോർദാറിന്റെ വോയിസ് വളരെ നല്ലതാണ്. മാത്രമല്ല സോർദാർ, സോറി, ഞാൻ നിങ്ങളെ മോളിൽ വെച്ച് കളിയാക്കി. ഇടയ്ക്കിടയ്ക്ക് എന്നിങ്ങനെയൊക്കെ ആയി പോവാറുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. ഒരു ദിവസം നിങ്ങൾ വലിയൊരു ആർജിയാവും. ഒരു ദിവസം എന്ന് പറഞ്ഞ അപ്പൊ ഇപ്പൊ ആർജയായില്ലേ? അതെ, ആയിരിക്കുകയാണ്. മാത്രമല്ല ഇതാ അതിനുള്ള സർട്ടിഫിക്കറ്റ്. ഇന്ന് മുതൽ നീ സോർദാർ അല്ല, RJ സോർദാറാണ്. സംശയമുണ്ടോ?